ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മണ്ഡല ടോപ്പ് പോണ വയ്ക്കാണ്ട. അപ്പോൾ ഈ കാണുന്നതാണ് മണ്ഡല ടോപ്പ് പോണ റൂട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന വഴിക്ക് ഇവിടെ ഒരു ടേണിംഗ് ഇല്ലേ, ഈ ഒരു ടേണിങ്ങിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. നോക്കിയേ, അടിപൊളിയല്ലേ? നമ്മുടെ സൈക്കിൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാ. അതുപോലെ തന്നെ ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെ നമ്മൾ ഇന്നലെ വന്നപ്പോഴും വീട് ലോക്കായിരുന്നു, ഇപ്പോഴും ലോക്കായിരുന്നു കേട്ടോ. കാരണം വെള്ളം ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഞാൻ കണ്ടത് ലോക്കാണെന്ന്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലവും കേട്ടോ മക്കളെ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വ്യൂ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നമുക്കൊരു മഞ്ഞുമലയെ കാണാൻ പറ്റും കേട്ടോ, അടിപൊളിയായിട്ട് കണ്ടില്ലേ? പിന്നെ അതുപോലെ തന്നെ അടിയിൽ കൂടെ ഒരു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ, അതിൻ്റെ സൗണ്ടും കേൾക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. നമ്മൾ ഇനി അടിയിലേക്കല്ല പോണത്, മേളിലേക്കാണ് പോണത്. അത് കഴിഞ്ഞിട്ട് മിക്കവാറും ഈ ഒരു റൂട്ട് തന്നെ ആയിക്കോട്ടെ ഇറങ്ങണത്. അപ്പോൾ നമ്മൾ പോണ കുറേ ആൾക്കാരെ കാണാനുണ്ട്. അപ്പോൾ ഈ റൂട്ടാണ് നമ്മൾ ഇറങ്ങണത്. അപ്പോൾ ടെൻ്റ് അയച്ചിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ സൈക്കിള് കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഇനിയിപ്പോൾ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടാ. നമ്മുടെ ഉള്ള വെള്ളമൊക്കെ മൊത്തം തീർന്ന്. ഇവിടെ ആണെങ്കിൽ ആരും ഇല്ലാത്തതുകൊണ്ട് വെള്ളവും ചോദിക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നേരെ നമ്മൾ മണ്ഡല ടോപ്പിലേക്കാണ്ട പോണത്. വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ ഒരു വീട്ടിൽ വന്നേക്കണേ കേട്ടോ. തൊണ്ടയൊക്കെ വരണ്ട അവസ്ഥയിൽ പോയി. വല്ലാത്ത ദാഹമുണ്ട് കേട്ടോ. അവിടെ ഒരു ഇതുണ്ട് അല്ലേ, പൈപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഫില്ലാക്കാം. ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ വില അറിയുന്ന ടൈമുണ്ട് കേട്ടോ. വല്ലാത്ത ഇതാണ്ടാ. തൊണ്ട വരണ്ടിരിക്കണ അവസ്ഥയായിരുന്നു കേട്ടോ. വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ആശ്വാസമല്ലേ, വേറെ തന്നെ കേട്ടോ. നമ്മളെ പോണയിലൊക്കെ ഇതേപോലെ മേളിലൊക്കെ ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ. ഈ കാണുന്ന എനിക്ക് തോന്നണത് ഇതാണ് നമ്മുടെ കിവിയില്ലേ, കിവിയാണെന്ന് തോന്നട്ടാ. ഇപ്പോൾ ഒന്നും ഉണ്ടായി കിടക്കണ കാണാനുള്ള. ഓൾറെഡി ഇതിൻ്റെ സീസൺ കഴിഞ്ഞട്ടാ. ഇനി സീസൺ ആകുമ്പോഴാണ് ഇതിൽ ഉണ്ടായി തുടങ്ങുള്ളൂ. കിവി മാത്രമല്ല കേട്ടോ, അതേപോലെ തന്നെ വേറെ സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഇതൊരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ടൂറിസ്റ്റുകളാണ് കേട്ടോ, ഒരുപാട് പോകുന്നുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഇതില്ലേ, അതാണ് കേട്ടോ. ഇത് ലോക്കാണ്, ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടേക്കണേണ്. അല്ലെങ്കിൽ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. ഇത് ഫുള്ളും മറ്റേ ഇതാണ് കേട്ടോ, കിവിയാണ്. പക്ഷെ ഫുള്ള് ഉടങ്ങിയിരിക്കണേ കേട്ടോ. കാരണം ഓൾറെഡി ഇതിൻ്റെ ഇത് കഴിഞ്ഞതാണ്, സീസൺ കഴിഞ്ഞുകൊണ്ടാണ്. നമ്മൾ പോകണേക്കൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങളിവിടെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിവിയുടെ ഇതുള്ളത് അരുണാചലിലാണ് കേട്ടോ. വേറെ സ്റ്റേറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരുണാചലിലാണെന്നാണ് എൻ്റെ ഒരു ഇതട്ടാ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. രാത്രി നമ്മൾ വിചാരിക്കണമല്ല, നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ എന്തായാലും മണ്ഡലയിലേക്ക് തന്നെ പോകട്ടെ. ഇതൊക്കെ മണ്ണിടിഞ്ഞ് വീണേക്കണ കേട്ടായി കാണുന്നത്. ഇഷ്ടമാതിരി പാറക്കല്ലൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. പിന്നെ അതേ നോക്കി ഐസായിട്ടുണ്ട് കേട്ടോ ഇവിടെ. നോക്കിയാൽ മേളിൽ പോകണമെങ്കിൽ ഐസ് കാണാൻ പറ്റും. അല്ലേ, സ്നോ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു ഏരിയയിൽ നല്ല തണുപ്പാണ് കേട്ടോ. കാരണം ഇവിടെ വെയിലടിക്കല്ല, ഫുള്ള് തണലാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നല്ല വെയിലായിരിക്കും. ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. തണലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പുണ്ടാവും കേട്ടോ. കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ള പ്രദേശം കൊണ്ടാണ് മാത്രമാണ്. ഫുഡ് ഒന്നും കഴിക്കാത്തതുകൊണ്ടേ നല്ല രീതിയിൽ ടയേർഡാണ് കേട്ടോ. ഇവിടെ സാധനം എൻ്റെ ഉണ്ടായിരുന്ന സാധനം മൊത്തം തീർന്ന്, വന്നുവയ്ക്ക് വെള്ളവും ഇല്ല. ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടാ നമ്മുടെ ഇന്നലത്തെ ഒരു ഇത്. ഇന്നലത്തെ മാത്രമല്ല, ഇന്നത്തെയും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ വെള്ളം 2 കുപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ പോണത്. ഇനിയിപ്പോൾ പോണേക്ക് എന്തെങ്കിലും കിട്ടുവാന്ന് നോക്കണം കേട്ടോ. ഇപ്പോൾ പോണ റൂട്ടിലാണ്ടുള്ളത്. അപ്പോൾ അതേ ഒരാൾ വന്നുവയ്ക്ക് എനിക്ക് മാഗി തന്നിട്ടാ. അപ്പോൾ അത് ഉണ്ടായിക്കൊണ്ടിരിക്കണേണ്. വിശന്ന് പൊരിഞ്ഞിരിക്കണ കേട്ടാ. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ മുന്നിൽ വന്ന് എന്തെങ്കിലുമൊക്കെ തരും കേട്ടോ നമുക്ക്. ഇതാണ്ടാ അങ്ങനെ മാഗി ഉണ്ടായിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതേ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഇതല്ലേ. ഇവരൊക്കെ മണ്ഡല ടോപ്പ് പോയിട്ട് വന്ന വഴിയാണ്. എന്തായാലും കഴിച്ചിട്ട് നമുക്ക് പയ്യെ ഇറങ്ങണം കേട്ടോ. ഇതെല്ലാം പാക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചേട്ടാ. ഇനിയിപ്പോൾ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനി നേരെ മണ്ഡലയിലേക്ക് കണ്ട. ഇത്രയും പെട്ടെന്ന് എത്തണം. പിന്നെ അതുപോലെ ഈ കവറില്ലേ, ഈ കവറിൽ മൊത്തം വേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കണം. എവിടെയെങ്കിലും വേസ്റ്റ് ബിൻ വല്ലതും കാണണമെങ്കിൽ അവിടെ ഇടാലാന്ന് വെച്ചിരിക്കണേ. വേസ്റ്റ് ഒന്നും കളയുന്ന കേട്ടോ നമ്മളിവിടെ. പോണേക്ക് ഇവിടെ ഒരു ഗ്രാമം കിട്ടിയേട്ടാ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മഞ്ഞ് വല്ലതും നോക്കിയേ, എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടി. എൻ്റെ മോനെ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, വേറൊരു സംഭവമുണ്ട്. നോക്കിയേ, പോത്തിൻ്റെ കൊമ്പട്ടാ. പോത്തിൻ്റെ കൊമ്പോയ്ക്ക്
പോത്താണോ അറിയില്ല, ഇത് എന്തിൻ്റെ സാധനമൊന്നും അറിയില്ല കേട്ടാ. പോത്ത് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് നോക്കിയേ, ഇവിടെയൊക്കെ ഐസുണ്ട് കേട്ടാ. റോഡാണ്. അതുപോലെ തന്നെ ഇത് തന്നെ ഉണ്ടാ, ഇത് ബ്ലാക്ക് ഐസാണ് കേട്ടാ. കണ്ടില്ലേ, ഇത് ബ്ലാക്ക് ഐസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടാ. എല്ലാവരും വിചാരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാലേ തിന്നുള്ളൂ എന്ന്. പക്ഷേ നിങ്ങൾ വന്നു നോക്കി ഇവിടെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ കേട്ടാ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിനി പോണ വയ്ക്കൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വയ്ക്ക് കാണുന്ന കാഴ്ചകളൊന്നും കാണിക്കണേ ഉള്ളൂ. അപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യണ ബൈക്കേഴ്സൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നോക്കിയേ, ഫുള്ള് ഐസായിട്ട് ഇരിക്കാൻ കേട്ടോ. ബ്ലാക്ക് ഐസാണ്, ഞാൻ പറഞ്ഞില്ലേ. നല്ല രീതിയിൽ സ്ലിപ്പായി പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ കയറ്റം കയറാൻ പോലും പറ്റാണ്ടായിരുന്നില്ല. ആകെ ഇടങ്ങേറായിപ്പോൾ കേട്ടോ. ഒരു കണക്കിനാണ് നമ്മൾ പയ്യെ എടുത്തെടുത്ത് വന്നത്. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് മണ്ഡല ടോപ്പ് പോണ റൂട്ടാണ്. അപ്പോൾ നമ്മുടെ യാത്രയിൽ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഒന്നാട്ടെ ഈ ഒരു ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ യാത്രകൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എല്ലാം ശ്രദ്ധിക്കുക. നല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയും യാത്ര ചെയ്യുക. റോഡും കാര്യങ്ങളൊക്കെ നോക്കി യാത്ര ചെയ്യുക. അതുപോലെ തന്നെ സേഫായിട്ട് യാത്ര ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ യാത്രകളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ പോട്ടെ. അതുപോലെ തന്നെ ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണ വേറെ ഒന്നുമില്ല കൊണ്ടല്ലാട്ടെ. എല്ലാവരുടെയും ഇതിലൊരു എന്താ പറയുക, സുരക്ഷിത പറ്റേന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മളെ ഇനിയിപ്പോൾ ഏകദേശം ഒരു 6 കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടോ ഇനി പോകാൻ വേണ്ടി. ഇനി എന്താണെന്ന് അറിയില്ല കേട്ടോ. നല്ല രീതിയിൽ ടയേർഡായി. നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കമാണ് ഈ ഒരു യാത്രയിൽ. അതായത് ഇന്നത്തെ ദിവസം ഭയങ്കര ചുരുക്കമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യണത്. അതുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ നല്ല കയറ്റമാണ് കേട്ടോ, അത്യാവശ്യം. ഒരു പിടുത്തമില്ല. പയ്യെ കയറാട്ടാ. എന്തായാലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ പയ്യെ കയറുള്ളൂ. പിന്നെ ഇപ്പോൾ അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വന്ന വഴിയിലൊക്കെ ഒരുപാട് ബ്ലാക്ക് ഐസ് ഉണ്ടല്ലേ, ആ ഒരു ഏരിയയിലൊക്കെ ഫുള്ള് ഇങ്ങനെ വെയിൽ വരാത്ത രീതിയിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കണോണ്ടാണ് കേട്ടോ അതങ്ങനെ തന്നെ ഇരിക്കണത്. കുറച്ച് നാൾക്ക് ഒരു 2 ആഴ്ചക്ക് മുമ്പ് നല്ല രീതിയിൽ സ്നോഫാളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്നോഫാളൊന്നും ഇല്ല. ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടില്ലേ, അവിടെയൊക്കെ ചെറിയ രീതിയിലാണ് കേട്ടോ. ആ ഒരു സൈഡിലൊന്നും വെയിലൊന്നും മര്യാദ അടിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കണത്. അപ്പോൾ മുന്നോട്ട് പോകാട്ടാ. നല്ല ചെയിൻ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പാടി വരുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇങ്ങനെ കയറി വേണം പോകാൻ. ഇതുണ്ടല്ലേ, ആ ഒരു കയറ്റം കയറണം കേട്ടോ നമ്മൾ. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ പോകണുണ്ടായിരുന്നു. കണ്ടില്ലേ, പിന്നെ 6 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ മണ്ഡല. 2 ആട്ടിൻകുട്ടികളാണ്. എനിക്ക് നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ വേണ്ടി. പക്ഷെ നിൽക്കല്ല, പേടിച്ച് ഓടിപ്പോണേ കേട്ടാ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഒരു പ്രത്യേകത ആടട്ടാ. ഏത് സൈസാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് നിൽക്കണല്ല കേട്ടാ. നമ്മളെ കണ്ട് പേടിച്ച് ഓടണേണ് പാവം. ഇതൊക്കെ മലയിലേക്ക് കയറി പോണേ കേട്ടാ. നിൽക്കണല്ല കേട്ടാ. നിന്ന് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്, അതിൻ്റെ ഫോട്ടോസ് എടുക്കാറുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വില്ലേജ് എത്തി കേട്ടാ. ഇവിടെ എനിക്ക് തോന്നുന്നു ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ നമ്മളിങ്ങനെ അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് നോക്കിയേ, എൻ്റെ മോനെ എന്തൊക്കെ ഇടിലും വ്യൂ ആണല്ലേ. ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇടിലും വ്യൂ ആണ് കേട്ടോ. പിന്നെ അത് ആ അറ്റത്ത് ഒരു ഇത് കാണല്ലേ, അവിടെ ഒരു വീടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഹോം സ്റ്റേ ആയിരിക്കുള്ളൂ. കാരണം അത് ഒരു ഇതാകാൻ ചാൻസ് ഇല്ല കേട്ടോ, വീടാകാൻ ചാൻസ് ഇല്ല. ഹോം സ്റ്റേ ആയിരിക്കുള്ളൂ. പിന്നെ ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. അത് തന്നെ കോട്ടേജ് ആണ് കേട്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഇത് കണ്ടില്ലേ, നമ്മൾ പോകണമെങ്കിൽ ഇവിടെയൊക്കെ ഏർമാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല കിടിലം വ്യൂ ഉള്ള സ്ഥലത്താണ് ഏർമാടങ്ങൾ കിട്ടിയേക്കണം. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. പക്ഷെ ഇവിടെയൊന്നും ആരെയും കണ്ടില്ല കേട്ടോ. ഏർമാടത്തിലേക്ക് കിടക്കാൻ അടിപൊളിയായിരുന്നതിന്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ തണുപ്പ് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത് കാണാൻ അടിപൊളിയല്ലേ. 3 എണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അതിൻ്റെ പുറകിലൊക്കെ ആർമി ക്യാമ്പാണ്. ഇപ്പം തന്നെ ഇരുട്ടി തുടങ്ങി. ഇനിയിപ്പോൾ ഏകദേശം 3-4 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പയ്യെ കയറാട്ടാ. ഇതാണ് ഏറ്റവും അടിപൊളി കാഴ്ചകളെന്ന് പറഞ്ഞാട്ടാ. നമ്മൾ കയറും തോറും കാഴ്ചകളും നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് ടെൻ്റ് അടിച്ചേട്ടാ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ടെൻ്റ് അടിച്ചേട്ടാ. എനിക്ക് നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലം അടിപൊളി സ്ഥലം കേട്ടോ. രാവിലെ ആകുമ്പോൾ അതിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇവിടുന്ന് ഏകദേശം മണ്ഡല ടോപ്പ് 4 കിലോമീറ്റർ ഉള്ളൂ. എനിക്ക് പോകാമായിരുന്നു, പക്ഷേ ഞാൻ പിന്നെ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് പിന്നെ പോയില്ല. പിന്നെ അവിടെ എവിടെയും ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടൂലെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു കിഡ്ന സ്പോട്ട് കണ്ടുകൊണ്ട് നമ്മൾ ടെൻ്റ് അടിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഇവിടെ ചെറിയ രീതിയിൽ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട് കേട്ടോ.
അപ്പോൾ അവിടുന്ന് എഴുന്നേക്കിയിട്ട് കുറച്ച് വിറക് കിട്ടി. അപ്പോൾ നോക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല കിടിലം വ്യൂ ആണ്. ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഒരുപാട് ലോങ് വീഡിയോസ് അല്ല, നമ്മൾ വന്ന വഴിക്കൊക്കെ എന്തെല്ലാം കണ്ട് എന്തെല്ലാമാണെന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ടെൻറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിന്ന് ഇവിടെ അടുത്തൊരു ആർമി ക്യാമ്പ് ഉണ്ട്. അവിടെ നിന്ന് ഫുഡ് കാര്യങ്ങൾ കിട്ടിയ കേട്ടോ. ചോറ്, പരിപ്പ് കറി, പിന്നെ ഒരു ചെറിയൊരു ഒലത്ത് കറി ഉണ്ട്, ചപ്പാത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ്. എൻ്റെ ഒരു വെക്കാനായിട്ടേ ആരെയും സാധനങ്ങളൊന്നുമില്ല. പിന്നെ ജസ്റ്റ് അവരോട് ചോദിച്ച് ഒരു ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ച്. പിന്നെ ഫുഡിൻ്റെ സാധനങ്ങളില്ല എൻ്റെ കയ്യിൽ. ഇവിടെ അടുത്ത് കട കാര്യങ്ങളൊന്നുമില്ല. അപ്പം എന്തെങ്കിലും ഫുഡ് കിട്ടുകയെന്ന് വെച്ച്. അപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി തന്നിട്ടാ. അപ്പോൾ അത് വല്ലാത്തൊരു ഹെൽപ്ഫുള്ളായി. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ.